എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ആലപ്പുഴ ജില്ലയാണ്, ചുറ്റികുളങ്ങരയാണ് എൻ്റെ സ്ഥലം. എനിക്കിവിടെയൊക്കെ ഉള്ളൂ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങൾ വലുതായിട്ട് ഇല്ലാത്തത്. ഇതൊരു അശോകമരമാണ്. ആകെ ഒരു കമ്പേ മാത്രമേ ഉള്ളൂ പൂവ്, ബാക്കിയെല്ലാം പിടുത്തവും മഴയ്ക്ക് മുന്നേ കഴിഞ്ഞു. നമ്മൾ ആ പൂവ് വെച്ച് നമ്മൾ പച്ചരിയൊക്കെ വെച്ചിട്ട് കുറുക്ക് പോലെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. നിറയെ പൂക്കളുണ്ടായിരുന്നു. ഇതിൻ്റെ ഈ താഴ്വശം തൊട്ട് പൂക്കൾ പിടിച്ച് തുടങ്ങുന്നതാണ്. ചെറിയ രീതിയിലൊക്കെ നമുക്ക് വെള്ളം നിൽക്കത്തുള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. നമുക്ക് ഇവിടെ ഒരു മാവേ ഉള്ളൂ. അത് വീടിൻ്റെ വടക്കുവശത്തായിട്ടാണ് ഒരു മാവുള്ളത്. മാവിനകത്ത് കുറച്ച് മാങ്ങകളെ ഉള്ളായിരുന്നു ഇപ്രാവശ്യം. അതും അപൂർവമായിട്ടേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നത്. ബാക്കിയൊക്കെ പുഴുവായിരിക്കും. പക്ഷേ എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ വീടിന് ഓപ്പോസിറ്റായിട്ട് ഒരു മാവ് നിൽപ്പുണ്ട്. നമ്മുടെ അല്ല, വേറൊരു പാർട്ടിയുടെയാണ്. അത് റോഡ് സൈഡിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഈ നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോഴേ അതിനകത്ത് ഈ മാങ്ങ എല്ലാം കൂടെ താഴെ വീണിട്ട് നമ്മുടെ ഈ വേലിയുടെ സൈഡിൽ കൂടെ ഉരുണ്ടുരുണ്ടുരുണ്ട് പിന്നെ ഈ ഭാഗത്തൊക്കെ വന്ന് കിടക്കും. ഈ ഭാഗത്തൊക്കെ വന്ന് കിടന്നിട്ട് നമുക്ക് ദിവസം ഒരു 5-6 മാങ്ങയൊക്കെ ഡെയിലി കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇപ്രാവശ്യം മാങ്ങയ്ക്ക് ക്ഷാമമില്ല. ഈ ഇല കണ്ടാൽ മനസ്സിലാകുമായിരിക്കും. ഇത് സർവ്വസുഗന്ധി എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്. അതിൻ്റെ ഇലയാണ് പിന്നെ നമ്മൾ ഈ ചിക്കൻ കറിക്കും ഒക്കെ നമ്മൾ വേണ്ടിയിട്ടിടുന്ന ബിരിയാണിയിലൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ ഈ ഇലയിടും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതൊരു വള്ളിച്ചെടിയാണ്. എനിക്ക് പേരറിഞ്ഞൂടെ. അതിൻ്റെ പൂക്കളുണ്ടാകുന്നതാണ്. പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പറമ്പൊക്കെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. ഒരാൻറ്റിയെ വിളിച്ച് അമ്മ അത് ഒരാൻറ്റിയെ വിളിച്ചിട്ട് അത് വൃത്തിയാക്കിയതാണിത്. ഇത് ആത്തിച്ചക്കയാണ്, മുള്ളാത്തയാണ്. ഇതേവരെ കായ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ എൻ്റെ അമ്മയുടെ കൃഷിയാണ്, ഹസ്ബൻഡിൻ്റെ അമ്മയുടെ കൃഷിയാണ്. അമ്മയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് വലിയായിട്ട് സമയം കിട്ടാറില്ല, എന്നാലും എന്നെക്കൊണ്ട് ഒക്കുന്നതൊക്കെ ചെയ്യാറുണ്ട്. പരമാവധി കൃഷി അമ്മയൊക്കെയാണ് ചെയ്യുന്നത്. എനിക്കിഷ്ടമാണ്, പക്ഷെ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ്. ഇവിടെ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ഇതൊക്കെ നെല്ലാണ്. ഈ നെല്ലെന്ന് വെച്ചാൽ ഇത് അമ്മ പാവി കിളിപ്പിച്ചതാണ്. ഈ മഴ സമയത്ത് ഇങ്ങനെ അത് മൊത്തം കുളമായി പോയതാണ്. കതിര് വരെ വന്നതാണ്. വേണ്ടേ, കതിര് വരെ വന്നതാണ്. ഈ നെല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുകുളങ്ങര അമ്പലത്തിൽ നിന്ന് പുന്നെല്ല് കിട്ടുമല്ലോ. പുന്നെല്ല് കിട്ടും. അത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടി തൂക്കുകയാണ് ചെയ്യാറുള്ളത്. അത് എടുക്കാറായ സമയത്ത് പിന്നെ അമ്മ അത് പാവിയതാണ്. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ചില വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്, വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് കിളിച്ച് നല്ല രസമായിരുന്നു. നല്ല പച്ച കളറായിരുന്നു. പിന്നെ ഇത് പോകെ ഒരു ചെറിയ മഞ്ഞ കളറൊക്കെ ആവുന്നതാണ്. കതിര് വരെ വന്നതാണ്. ഇതിലെല്ലാം കതിരുണ്ട്. ഇതെല്ലാം കതിരാണ്. ഇവിടെയൊക്കെ ഈ മഴ കാരണമാണ് ഇതിങ്ങനെ അലങ്കോലമായി പോയത്. ഇവിടെയും കുറച്ചുണ്ട്. ഇതെല്ലാം കതിര് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ചെറുതിലേ കതിര് വന്നിട്ടുണ്ട്. ഇതെല്ലാം കതിര് വന്നതാണ്. ഇത് ശംഖുപുഷ്പമാണ്.
അവിടെ ഇവിടെയൊക്കെ കുറ്റിച്ചെടി പോലെ നിൽപ്പുണ്ട്. നമ്മളൊന്നും കളഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. നല്ല ഗുണമുള്ളതാണ്. നമ്മൾ അനുഭവസ്ഥരാണ്. ലേഡീസിനൊക്കെ യൂറിൻ ഇൻഫെക്ഷനൊക്കെ വേണ്ടിയിട്ടും ഇതിനൊക്കെ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.